ഹായ് വെൽക്കം ടു PVN ഗ്ലോബൽ വൺസ് അഗെയിൻ. നമ്മൾ ഇന്ന് അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഈ ലാസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ +2 NIOSന്റെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അറിയാം പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഗ്രാമർ എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ഒരുപാട് ഗ്രാമർ പോർഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഗ്രാമറിന് ഒത്തിരി മാർക്കുകളുണ്ട് NIOSന്. അപ്പൊ നമ്മൾ NIOSന് മാത്രം ചോദിക്കാവുന്ന ചില ഗ്രാമറുകളുടെ മാത്രം ആണ് ഇപ്പൊ ഈ റിവിഷനിൽ തരുന്നത്. ഗ്രാമറിന്റെ ഡീറ്റെയിൽ ക്ലാസ്സുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ PVN ഗ്ലോബൽ സെർച്ച് ചെയ്താൽ അതിൽ വീഡിയോസിലുണ്ട്. ഇപ്പൊ SLC ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്, അതായത് ടെൻസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അടിയിൽ നിന്ന് തൊട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കുക. സമയത്തിനനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ഇവിടെ NIOSന് നിർബന്ധമായിട്ടും വരുന്ന ചില ഗ്രാമർ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്കറിയാം, ഗ്രാമർ പഠിക്കണമെങ്കിൽ നമുക്ക് ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. ഓക്സിലറി വെർബുകൾ അഥവാ നമ്മൾ പറയും ഇതൊക്കെ ഒന്ന് കുറിച്ച്. ഓക്സിലറി വെർബ് അഥവാ സഹായക ക്രിയകൾ എന്ന് പറയും. സഹായക ക്രിയകൾ എന്ന് പറയും. കാരണം സഹായക ക്രിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. നമുക്ക് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട സഹായ ക്രിയകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഏത് ഗ്രാമർ പഠിക്കണമെങ്കിലും. ആ സഹായ ക്രിയകളുടെ ചില മാറ്റങ്ങളാണ് ഗ്രാമർ എന്നുള്ളത് കൊണ്ട് അധികം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇംഗ്ലീഷ് സാധാരണയായിട്ട് സഹായ ക്രിയകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒന്ന് വരുന്നത് ഏറ്റവും ആദ്യത്തിൽ വരുന്നത് ഒരു ഡു, അതിന്റെ കുടുംബങ്ങളാണ്. ഡുവിന്റെ കുടുംബങ്ങൾ എന്ന് പറയും ഡു, ഡസ് ആൻഡ് ഡിഡ്. ഇത് മൂന്നും ഒരു സെറ്റ് സഹായക്രിയകളാണ്. ഇവര് ഒരു കുടുംബത്തിൽ ഉള്ളവരാണ്. മനസ്സിലായല്ലോ? ഡു, ഡസ്, ഡിഡ് എന്നുള്ളത്. ഇനി മറ്റൊരു കുടുംബം എന്ന് പറയുന്നത് ബി സെറ്റ് ആണ്. ബി സെറ്റ് എന്ന് പറയുന്നത് സാധാരണ വരുന്നത്, അതിൽ വരുന്നത് ഒന്ന് ഈസ് ആണ്. ഈസ്, പിന്നെന്താ അടുത്ത് ആറ്, ഈസ്, ആറ്, പിന്നെന്താ ആമ്, വാസ്, വേർ. ഇങ്ങനെ ഒരു സെറ്റ് ക്രിയകളാണ്. ഈസ് ഏതൊക്കെയാണ് വരുന്നത്? ഈസ്, ആറ്, ആമ്, വാസ്, വേർ. ഇതൊരു കുടുംബങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പൊ ബി സെറ്റ് എന്ന് പറയും ഈ ക്രിയകളെ. ഈസിന്റെ പാസൻസ് ആണ് വാസ്, ആറിന്റെ പാസൻസ് ആണ് വേർ, ആമിന്റെ പാസൻസ് ആണ് ഏത്? വാസ്. അതായത് ആറിന്റെ പാസൻസ് ആണ് എന്ത്? വേർ. അതുപോലെ ഈസിന്റെ പാസൻസ് ആണ് എന്ത്? വാസ്. അതുപോലെ ആമിന്റെ പാസൻസ് എന്താ? വാസ്. അപ്പൊ ഇത് മൊത്തം ഒരു കുടുംബങ്ങളാണ്. ഈസ്, ആറാം, വാസ്, വേർ. പിന്നെ ഹാസ് സെറ്റ് ആണുള്ളത്. ഹാസ് സെറ്റ് എന്ന് പറയുന്നത് ഹാസ്, ഹാവ്, ഹാഡ്. ഇതൊരു സെറ്റാണ്. ഹാസ്, ഹാവ്, ഹാഡ്. ഇതിന് മൂന്നിനെയും കൂടി നമ്മൾ പ്രൈമറി ഓക്സിലറി വെർബ് എന്ന് പറയുക. പ്രൈമറി ഓക്സിലറി വെർബ്. പിന്നെ ഒരു സെറ്റ് ഓക്സ് വെർബ് ഉണ്ട്. ഇത് കൂടാതെ വരുന്നതാണ് മോഡൽ ഓക്സിലറി വരുന്നത്. അതിൽ വരുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്? വില്ല്, ഷാല്, ഇതൊക്കെ. വിൽ, ഷാല്. അപ്പൊ വില്ലിന്റെ പാസൻസ് വേറെയുണ്ട്. വുഡ്, വില്ല്, ഷാല്, വുഡ്, ഷുഡ്. അതുപോലെ അതൊരു സഹായക്രിയ. can, could, may, might, need. ഇപ്പൊ ഇത്രയാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന സഹായക്രിയ. ഇഫ് എനിബഡി ആസ്ക് യു വിച്ച് ആർ ദ ഓക്സിലറി വെർബ് ഇൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന സഹായക്രിയകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം ഡു, ഡസ്, ഡിഡ്, ഈസ്, ആറാം, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്. അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നു ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞാൽ പിന്നെ മോഡൽ ഓക്സിലറി, സെക്കൻഡറി ഓക്സിലറി എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ വരുന്നതാണ് വില്ല്, അതിന്റെ പാസൻസ് ആയ വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, നീഡ്, ഡയർ, ഓട്ടു. ഇങ്ങനെ ഇത്രയും ആണ് ഇംഗ്ലീഷ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സഹായക്രിയകൾ. ഇനി നമുക്ക് ഈ സഹായക്രിയകൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഓരോ ഗ്രാമർ ഡിസ്കസ് ചെയ്യുമ്പോഴും. അപ്പൊ ഈ സഹായക്രിയകൾ ഉണ്ടായിരിക്കും, എല്ലാ ഗ്രാമർ ഭാഗങ്ങളിലും ഈ സഹായക്രിയകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഞാൻ ഇതിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം വർത്തമാനകാലമാണ്. വർത്തമാനകാലം നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടെൻസ് എന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഏതായാലും ഇവിടെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് പറയുന്നത് വാട്ട് ഈസ് സിമ്പിൾ പ്രസന്റ്. എന്താ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം വരുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഡു ഓർ ഡസ്. കണ്ടോ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സഹായക്രിയ ഡു, ഡസ് ആണ്. സബ്ജക്ട് പ്ലസ് എന്താണ്? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഡു ഓർ ഡസ്. എന്താണ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ആര് ചെയ്യുന്നു അയാളാണ്. ഡുവർ ഓഫ് ആൻ ആക്ഷൻ എന്ന് പറയും സബ്ജക്ട്. ഒരു ക്രിയ ആര് ചെയ്യുന്നു അയാൾ സബ്ജക്റ്റ് ആണ്. അപ്പൊ അവൻ ഓടുന്നു പറഞ്ഞാൽ ഓടുന്ന ക്രിയ അവനല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അവൻ എന്നുള്ള സബ്ജക്റ്റ് ആണ്. അവൾ പാടുന്നു എന്ന് പറയുമ്പോൾ പാടുക എന്ന് ക്രിയ ചെയ്യുന്ന അവളല്ലേ, അപ്പൊ അവള് സബ്ജക്റ്റ് ആണ്. സബ്ജക്ട് എന്ന് പറഞ്ഞ എസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന്റെ
ഇംഗ്ലീഷ് ഗ്രാമർ പറയും എന്താണ് കർത്താവ് എന്നാണ്. അപ്പൊ കർത്താവ് ഏകവചനാണോ ബഹുവചനാണോ നോക്കണം. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വെർബ് ഉണ്ടല്ലോ അതിന്റെ കൂടെ ഡു ഓർ ഡസ് ചേർക്കണം. അതായത് വെർബ് സബ്ജക്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ വെർബ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്മിങ്ങിലെ കമ്മാണ്, ഗോയിലെ ഗോയാണ്, സ്ലീപ്പിങ്ങിലെ സ്ലീപ്പാണ്, അല്ലാണ്ട് ING അല്ല. മിക്ക കുട്ടികൾക്കും വെർബ് എന്ന് കേൾക്കുമ്പോൾ ING ഇറക്കുന്നത് അതാണ് വെർബ് ഫോം. അത് ജറൻ ഫോം ആണ്. ഒരു ക്രിയയോട് കൂടി ING ചേരുമ്പോൾ ജറൻ ഫോം കം പ്ലസ് ING, കമ്മിങ്, ഗോ പ്ലസ് ING, ഗോയിങ്, റീഡ് പ്ലസ് ING. അതിന് റീഡാണ് ഇവിടെ വെർബ് എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ സബ്ജക്ട് ഏകവചനാണെങ്കിൽ നമ്മൾ ഇതിൽ ഏതെടുക്കും? ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മുടെ ഓക്സിലറി വെർബിലെ രണ്ടെണ്ണമാണ് ഉപയോഗിക്കുന്നത്. ഡു ഡസ്. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന സഹായക്രിയ എന്ന് പറയുന്നത് ഡു ഡസ് ആണ്. അപ്പൊ ഇവിടെ സബ്ജക്ട് ഏകവചനമാണെങ്കിൽ നമ്മൾ ഡസ് ഉപയോഗിക്കും. ഈ സബ്ജക്ട് ഈസ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? ഡസ് ഉപയോഗിക്കും. പ്ലൂറൽ ആണെങ്കിൽ ഡു ഉപയോഗിക്കും. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡു ഉപയോഗിക്കും. ഈ സബ്ജക്ട് സിംഗുലർ ഏകവചനമാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? ഡസ് ഉപയോഗിക്കും. ബഹുവചനാണെങ്കിൽ ഡു ഉപയോഗിക്കും. ഈ സബ്ജക്ട് IU ആയി വരുമ്പോഴും നമ്മൾ ഐന്റെയും യുവിന്റെയും കൂടെ നമ്മൾ സാധാരണ എന്താണ് ഉപയോഗിക്കുക? ഡു ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, അതിനാണ് സിമ്പിൾ പ്രസന്റ്. നമുക്ക് ചേഞ്ച് ടു സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞ ടെൻസിനെ ബേസ് ചെയ്ത് ഗ്രാമർ ചോദിക്കും. ചേഞ്ച് ടു സിമ്പിൾ പാസ്റ്റ്, ചേഞ്ച് ടു സിമ്പിൾ പ്രസന്റ്. അപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി ഞാൻ എന്റെ എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണം പറയാണ്. അതായത് ഹി എന്ന് പറഞ്ഞ സബ്ജക്ട് പ്ലസ് കം വരുന്നു എന്നുള്ളത് പ്ലസ് ഇതിൽ ഏത് ചേർക്കും? ഡൂയിലോ ഡസിൽ ഏത് ചേർക്കും? ഞാൻ നേരത്തെ പറഞ്ഞ് ഏകവചന ഡസ് ചേർക്കണം. അപ്പൊ ഹി പ്ലസ് കം പ്ലസ് ഡസ് ചേർക്കും. മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കമ്മിന്റെ കൂടെ ഡസ് വരുമ്പോ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹി കംസ് എന്ന് കിട്ടും. അവൻ വരുന്നു. കണ്ടോ? അവൻ വരുന്നു. ഹി ഗോസ്, അവൻ പോകുന്നു. ഹി റീഡ്സ്, അവൻ വായിക്കുന്നു. ഹി പ്ലേസ്, അവൻ. അപ്പൊ ഇങ്ങനെ എസ് ഫോം കിട്ടും. എസ് ഫോം എന്ന് പറഞ്ഞാൽ ഡസ് ഫോം ആണ്. ഡസ് വരുമ്പോഴാണ് എസ് ഫോം കിട്ടുന്നത്. ഇനി ഇവിടെ സബ്ജക്ട് പ്ലൂറലാണെന്ന് വിചാരിക്കുക. അപ്പൊ ദേ ആണ് വിചാരിക്കുക. ദേ പ്ലസ് കം പ്ലസ് എന്താ വരിക? ഡു ആണ് വരിക. അപ്പൊ ഈ ഡു ആണ് വരിക. ഡു വരുമ്പോ ക്രിയക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതേ ക്രിയ. അപ്പൊ കം പ്ലസ് ഡു കം തന്നെയാണ്. അപ്പൊ ദേ കം എന്നേ പറയാവൂ. ദേ കം, ദേ ഗോ, ദേ റീഡ് എന്ന ഹി റീഡ്സ്, ഷീ റീഡ്സ്. ഇങ്ങനെ നമുക്കൊരു വാക്യം കിട്ടിയാൽ അതിന്റെ പേരാണ് മൈ ഡിയർ സ്റ്റുഡൻറ് സിമ്പിൾ പ്രസന്റ് എന്നുള്ളത്. ഇനി ഇത് സിമ്പിൾ പ്രസന്റ് നമ്മളിപ്പോ എന്താന്ന് പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചേഞ്ച് ടു സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ കറക്റ്റ് പോകുമ്പോൾ ഈ സിമ്പിൾ പ്രസന്റ് വർത്തമാന കാലത്ത് നമ്മൾ ടുഡേ, അറ്റ് പ്രസന്റ്, നൗ ഇതൊക്കെ നമ്മൾ ടൈം പറയുമ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല സിമ്പിൾ പ്രസന്റ് നമ്മുടെ അർത്ഥം നൂ എന്നാണ്. വരുന്നു, പോകുന്നു, കളിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വാക്യം എഴുതേണ്ടി വന്നാൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ സിമ്പിൾ പ്രസന്റ് ഹി ഗോസ്, അവൻ പോകുന്നു. ഹി പ്ലേസ്, അവൻ കളിക്കുന്നു. എന്നാൽ ദേ ആണെങ്കിൽ ദേ പ്ലേ, ഐ പ്ലേ, യു പ്ലേ. അതിന്റെ കൂടെ എസ് ചേർക്കരുത് കേട്ടോ. മാത്രമല്ല സ്പോക്കൺ ഇംഗ്ലീഷും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പ്രസന്റ്. അപ്പോൾ നമ്മൾ ഈ വിവരണങ്ങളൊക്കെ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിവരിക്കുമ്പോൾ ഒക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. ദേ ഗോ ടു മാർക്കറ്റ് ആൻഡ് ദേ ബൈ വെജിറ്റബിൾ. അവർ മാർക്കറ്റിൽ പോകുന്നു, വെജിറ്റബിൾ വാങ്ങുന്നു. ആൻഡ് ദേ കം ബാക്ക്. എന്നാൽ അതേ സമയത്ത് അവിടെ ഹി ആണെങ്കിൽ ഹി ഗോസ് ടു മാർക്കറ്റ്, ഹി ബൈസ്. അവിടെ SS വരും. സബ്ജക്ട് ഏകവചനാണെങ്കിൽ ഡസ് വരും. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ, ഒരു ടെൻസിന് എപ്പോഴും അതിന് 4 രൂപങ്ങളും ഉണ്ടായിരിക്കും. ഉദാഹരണം അത് ഹി പ്ലേസ്, അവൻ കളിക്കുന്നു എന്നൊരു സിമ്പിൾ പ്രസന്റ് എക്സാമ്പിൾ ആണ്. ഇവിടെ എസ് എന്ന ഡസ് ആണ്. അപ്പൊ ഇതിൽ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ ഈ എസ് ആദ്യം എടുക്കുക. എസ് പറഞ്ഞ ഡസ് ആണ്. അപ്പൊ ഡസ് ഹി പ്ലേ, അവൻ കളിക്കുകയാണോ? ഇത് ക്വസ്റ്റ്യൻ ഇൻട്രോഗേറ്റീവ് ഫോം. അപ്പൊ ചേഞ്ച് ഇൻ ടു ക്വസ്റ്റ്യൻ ഫോം ഓഫ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഡസ് ഹി പ്ലേ എന്ന് പറയും. അപ്പൊ ഇതിന് നെഗറ്റീവ് ആണെങ്കിലോ, നെഗറ്റീവ് ഉണ്ടാക്കുകയാണെങ്കിലോ ഹി ഡസ് നോട്ട്, ഇതിന്റെ കൂടെയാണ് നോട്ട് ഇറങ്ങുന്നത്. ഹി ഡസ് നോട്ട് പ്ലേ, അവൻ പ്ലേ ചെയ്യുന്നില്ല എന്നുള്ളത്. അതിന്റെ നാലാമതൊരു ഫോം കൂടി നിങ്ങൾ SLC ഒക്കെ പഠിച്ച ടാഗ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹി ഇതൊന്നും കൂടി എടുത്ത് എഴുതും. ഹി പ്ലേസ്, അവൻ കളിക്കുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരട്ടിട്ട് ഇവിടെയാണ് ടാഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലേസിന് നമ്മൾ ആ ഡസ് ഇങ്ങനെ എടുക്കും. എന്നിട്ട് അതിന്റെ കൂടെ ഇന്റ് എന്ന നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. ഡസന്റ് ഈ സബ്ജക്ട് മാത്രം ഇവിടെ ചേർക്കും. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ചോദ്യത്തിനും ടാഗിനും ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഡസന്റ് ഹി, അല്ലേ അവൻ കളിക്കുകയല്ലേ എന്ന് നമ്മൾ എഴുതിയാൽ അത് സിമ്പിൾ പ്രസന്റ് ആവും. മനസ്സിലായല്ലോ? അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പ്രസ്താവന വാക്യാണ് ഇത്. അതിന്റെ ചോദ്യവാക്യാണിത്. ഇതിന്റെ നെഗറ്റീവ് ആണിത്. ഇതിന്റെ ടാഗാണത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ടു നെഗറ്റീവ് സെന്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് ഏത് ടെൻസ് ആണെന്ന് അതിന്റെ സഹായക്രിയ ആദ്യം എടുത്താൽ ചോദ്യവും, സഹായക്രിയ എല്ലാ ടെൻസിലും ഒരു സഹായക്രിയ ഉണ്ടാവും. ആ സഹായക്രിയ ആദ്യം എടുത്താൽ അത് ചോദ്യവും, ആ സഹായക്രിയയുടെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവ് ആവും, അതിന്റെ കൂടെ ഇൻഡ് ചേർത്താൽ ടാഗും ആവും. ഇതാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ബാക്കി. ഇനി ഇവിടെ ബഹുവചനാണെങ്കിൽ ഇത് മാറും. അപ്പൊ ഹി എന്നുള്ളിടത്ത് സപ്പോസ് ദേ ആണ് വിചാരിക്കുക. അപ്പൊ ദേ ഐ ഒക്കെ ആണെങ്കിൽ ദേ ഇവിടെ പ്ലേ പ്ലസ് ഡസ് വരുമ്പോൾ ദേ പ്ലേ ഉണ്ടാവും, എസ് ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ഇതിന്റെ കൂടെ ഡു ഉണ്ട്. പ്ലേ പ്ലസ് ഡു വരുമ്പോൾ അപ്പൊ ചോദ്യം എന്തായിരിക്കും? ഡു ദേ പ്ലേ എന്നാവും. കാരണം പ്ലേയുടെ കൂടെ
എന്തുണ്ട്, ഡു ഉണ്ട്. അപ്പോൾ ഡു ദേ പ്ലേ എന്നാവും അതിന്റെ ചോദ്യരൂപം. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്തായിരിക്കും? ദേ ഡു നോട്ട് പ്ലേ എന്നായിരിക്കും നെഗറ്റീവ്. ദേ ഡു നോട്ട് പ്ലേ എന്നായിരിക്കും. ടാഗാണെങ്കിൽ ദേ പ്ലേ ഡോണ്ട് ദേ എന്നായിരിക്കും. ഇതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം സബ്ജക്റ്റ് ബഹുവചനാണെങ്കിൽ നമ്മൾ ബെയർ ഫോം ഉപയോഗിക്കും, സബ്ജക്റ്റ് ഏകവചനാണെങ്കിൽ നമ്മൾ ഡസ് ഉപയോഗിക്കും. പിന്നെ ഐയും യുവിന്റെ കൂടെ നമ്മൾ ബെയർ ഫോം ഡു എസ് ഫോം ഉപയോഗിക്കില്ല. ഇങ്ങനെ നമുക്കൊരു വാക്യം കിട്ടിയാൽ അതിന്റെ പേരാണ് മൈ ഡിയർ സ്റ്റുഡൻറ് സിമ്പിൾ പ്രസന്റ് എന്ന്. അപ്പോൾ ചേഞ്ച് ടു സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പ്രസന്റ് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയ ക്ലാസ് PUN ഗ്ലോബൽ വേറെ ടെൻസ് SLC ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ ക്ലാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഗുഡ് ബൈ. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.